20 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ: പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. രാജ്യത്ത് RSS നടത്തുന്നത് ഹിറ്റ്ലറുടെ ആശയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന് ആർഷഭാരത സംസ്കാരവുമായി ബന്ധമില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന പ്രമേയത്തിൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹി കലാപം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടി സാധാരണ കലാപത്തിനിരയായവർക്ക് സുരക്ഷ ഒരുക്കുകയാണല്ലോ ചെയ്യുക. അവരുടെ കൂടെയാണല്ലോ നിൽക്കേണ്ടത്. ഇവിടെ തിരിച്ചാണുണ്ടായത്. കലാപം നടത്തിയവർക്ക് എല്ലാ പിന്തുണയും, കലാപത്തിനിരയായവരെ വിവിധ രീതിയിൽ പീഡിപ്പിക്കുക, നിരപരാധികളായ ഒട്ടേറെ ഇരകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അന്നത്തെ ആ കുറ്റപത്രത്തിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാമിന്റെ പേര് പോലീസ് ഉൾപ്പെടുത്തി. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് ആ പട്ടികയിൽ എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞോ? ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അനുഭവം. ഇപ്പോ ഇതെല്ലാം പണ്ട് നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിയമം വന്നപ്പോ എങ്ങനെ രാജ്യവും കേരളവും പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ചട്ടം, നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ചട്ടം വന്നു. ആ ചട്ടം വന്നപ്പോൾ കോൺഗ്രസിന് ദേശീയ തലത്തിൽ നിലപാടുണ്ടോ? ദേശീയ തലത്തിൽ നിലപാട് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഇതേവരെ കഴിഞ്ഞോ? കോൺഗ്രസ് പാർട്ടിയെ നിലക്ക് പ്രതികരണമില്ല. കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന നിലക്ക് പ്രതികരണമില്ല. ധാരാളം പ്രശ്നങ്ങളെ കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ഒരു യാത്ര, ഭാരത് ജോഡോ ന്യായ് യാത്ര രാഹുൽ ഗാന്ധി നടത്തി. ഇതിനെക്കുറിച്ച് മാത്രം ശബ്ദമേയില്ല. ഒന്നും RSS ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹിറ്റ്ലർ ജർമ്മനിയിൽ ആഭ്യന്തര ശത്രുക്കളായി കണ്ടത് ജൂതരെയും ബോൾഷെവിക്കുകളെയുമാണ്. അതായത് ഹിറ്റ്ലർ ജർമ്മനിയിൽ, RSS ഇന്ത്യയിലും ശത്രുക്കളായി കണ്ടത് ന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയുമാണ്. ഹിറ്റ്ലറെ അപലപിക്കാത്ത ഒരു കൂട്ടരെ ഉണ്ടായിരുന്നുള്ളൂ, അത് RSS ആണ്. രാജ്യത്തു നിന്നും നിഷ്കാസനം ചെയ്യേണ്ടവരായി സംഘപരിവാർ മുസ്ലിങ്ങളെ കാണുന്നു. രാജ്യത്തിനായി പോരാടിയവർ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരുമുണ്ട്. ഒരേ വികാരത്തോടെയാണ് രാജ്യത്തിനു വേണ്ടി അവർ പോരാടിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭരണഘടന ഉണ്ടാക്കുന്ന കാലത്ത് തന്നെ അതിനെ തള്ളിപ്പറഞ്ഞവരാണ് RSS. RSSന് സ്വാധീനമുള്ള പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ആ നയങ്ങൾ നടപ്പാക്കി തുടങ്ങി. മുസ്ലിം ജനങ്ങളെ രാജ്യത്തു നിന്നും നിഷ്കാസനം ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് കേന്ദ്രം. മുസ്ലിം നാമധാരികൾക്ക് വോട്ടവകാശം നിഷേധിക്കണമെന്ന് പറയുന്നത് രാജ്യത്തെ സാംസ്കാരികമായി തകർക്കാനാണ്. അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുകയാണ് ഇന്ത്യയിലെ BJP സർക്കാർ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ കരിനിയമത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ മുൻനിരയിൽ LDF സർക്കാർ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമചട്ടങ്ങൾ നിലവിൽ വന്നിട്ടും ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാതെ മാധ്യമങ്ങളോട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ രാജ്യത്ത് വേദനിക്കുന്ന മതന്യൂനപക്ഷങ്ങളെ കളിയാക്കുകയാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. KT ജലീൽ MLA അധ്യക്ഷനായിരുന്നു. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസി, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് ദിനേശ്, ഉമ്മർ സുല്ലമി, ഡോക്ടർ ഫസൽ ഗഫൂർ, ആലങ്കോട് ലീലാകൃഷ്ണൻ, സബാഹ് ഉൽപ്പറ്റ, VP അനിൽ, KK തങ്ങൾ വെട്ടിച്ചിറ, ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിൽ, മന്ത്രി V അബ്ദുറഹ്മാൻ, പാലോളി മുഹമ്മദ് കുട്ടി, AP അബ്ദുൽ വഹാബ്, അഹമ്മദ് ദേവർകോവിൽ, സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ എന്നിവർ സംസാരിച്ചു. പൊന്നാനി മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ, മലപ്പുറം മണ്ഡലം സ്ഥാനാർത്ഥി വസീഫ്, വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് N4 ന്യൂസ്. എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം. വിവാഹം സ്വപ്നം പോലെ. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും RMO ഡോക്ടർ ദീപയുടെയും സേവനം
ദേവി ജനനി മെറ്റർണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഓപ്പറേഷൻ തിയേറ്റർ, ലാബർ റൂം, ICU, NICU, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, കാഷ്വാലിറ്റി, ലാബ്, ഫാർമസി, AC VIP റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു. ദേവി ജനനി മെറ്റർണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ്, കളുത്തുംകടവ്, നിലമ്പൂർ. ഫോൺ 9447 181 305.